ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വൈശാഖനെയാണ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഏതായാലും പുറത്തു വരുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് വേദിയാകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ തന്നെ അറസ്റ്റിലാകുന്നു. എപ്പോഴായിരുന്നു ഈ ക്രിമിനൽ പ്രവർത്തനം അവിടെ നടന്നത്? എപ്പോഴാണ് ഇയാൾ അറസ്റ്റിലായത്? വിവരങ്ങൾ എന്തൊക്കെ? വളരെ ഗുരുതരമായ സംഭവം എന്ന് തന്നെ വേണം നമുക്ക് ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ. ലക്ഷ്മി പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം, അതായത് പോലീസ് SP തന്നെ നേരിട്ട് അന്വേഷിക്കാനാണ് ഈ സംഭവത്തിൻ്റെ പരാതിയെ തുടർന്ന് ഉത്തരവിട്ടത്. അങ്ങനെ ആ ഉത്തരവിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ യൂണിഫോം മാറുന്ന നഗ്ന ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി അത് കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ വൈശാഖൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈശാഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുണ്ടക്കയം സ്വദേശിയാണ്. വൈശാഖിനെ സൈബർ വിഭാഗമാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈശാഖ് കഴിഞ്ഞ 6 മാസമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു ഒളിക്യാമറ വെച്ചുകൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം മാറുന്ന സ്ഥലത്ത് ഇത്തരമൊരു ഒളിക്യാമറ വെച്ചുകൊണ്ട് ഈ ഒളിക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുന്ന പതിവ് പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സൈബർ സെല്ലിനും ഇടുക്കി SPക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് വൈശാഖിൻ്റെ മൊബൈലിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി വൈശാഖ് ഒളിക്യാമറ ഇവിടെ ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അതിൽ നിന്ന് ദൃശ്യങ്ങൾ ക്യാമറയിലേക്ക് മൊബൈൽ ഫോണിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സൈബർ വിഭാഗമാണ് ഇത്തരത്തിലുള്ള വിശദമായ ഒരു അന്വേഷണം ഇടുക്കി SPയുടെ ഉത്തരവിനെ തുടർന്ന് നടത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ വൈശാഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിശദമായി പോലീസ് ഇയാളെ നിരീക്ഷിക്കുന്നതും ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ മൊബൈൽ ഫോണിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മൊബൈൽ ഫോൺ പിന്നീട് പോലീസ് പരിശോധന നടത്തുകയും സൈബർ വിഭാഗം പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ഇത്തരം ഈ ദൃശ്യങ്ങൾ നിരവധിയായി ഈ ഫോണിലുണ്ട് എന്നുള്ളത് പോലീസിന് തന്നെ മനസ്സിലാകുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മനസ്സിലാകുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഇത് തുടരുകയായിരുന്നു വൈശാഖ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈശാഖിൻ്റെ സ്വദേശം മുണ്ടക്കയമാണ് എന്നുള്ളതാണ് അറിയുന്നത്. മുണ്ടക്കയം സ്വദേശിയായ CPO ആണ് വൈശാഖ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതും പോലീസ് സ്റ്റേഷനിൽ, വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി കഴിഞ്ഞ 6 മാസക്കാലമായി ഈ ദൃശ്യങ്ങൾ മൊബൈലിലേക്ക് എടുത്ത് അത് കാണിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായി. ഒടുവിലൊരു സംഭവം ഉണ്ടായപ്പോൾ ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലീസിനും ഇടുക്കി SPക്കും അതോടൊപ്പം തന്നെ സൈബർ വിഭാഗത്തിനും പരാതി നൽകുന്നു. അങ്ങനെ ഇടുക്കി SP നേരിട്ട് നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ വിഭാഗം വിശദമായ പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ വൈശാഖിൻ്റെ മൊബൈൽ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ വൈശാഖിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് അല്പം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കും. തുടർന്നുള്ള നടപടികൾക്കായി SP നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, ആൽവിൻ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ഇടത്ത് അങ്ങനെ ഒരു ക്യാമറ സ്ഥാപിക്കുവാൻ ഇയാൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിക്കാണുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സംശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഇയാൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് പറയുന്ന സംശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അതോ ഈ ഭീഷണിപ്പെടുത്തിയപ്പോൾ മുതൽ ഈ ദൃശ്യങ്ങൾ കാട്ടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഭീഷണിപ്പെടുത്തുമ്പോഴാണോ ഈ കേസുകളുടെ തുടക്കമാകുന്നത്? ലക്ഷ്മി, അതാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് മൊബൈൽ ഫോണിലേക്ക് ഇയാൾ കാലങ്ങളായി ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഈ മൊബൈൽ ഫോണിലേക്ക് ഇത് സ്റ്റോർ ചെയ്യുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ, വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തി ഈ ദൃശ്യങ്ങൾ കാട്ടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ നേരിട്ട് പരാതി നൽകുകയായിരുന്നു. അത് സൈബർ വിഭാഗം ഉടൻ തന്നെ അന്വേഷിക്കണമെന്ന് ഇടുക്കി SP ഓർഡർ
ഇടുകയായിരുന്നു. അത്തരത്തിലാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഈ വൈശാഖിന് ഇത്തരത്തിൽ ഒരു വികല ചിന്താഗതി ഉണ്ട് എന്നും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്ന സ്വഭാവ ദൂഷ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി പോലീസ് സ്റ്റേഷനിൽ ഈ വനിതാ ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഈ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ ക്യാമറ സ്ഥാപിക്കുകയും പിന്നീട് അത് ആ ക്യാമറയിൽ നിന്ന് മൊബൈലിലേക്ക് ഈ ദൃശ്യങ്ങൾ മാറ്റുകയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മണ്ഡലകാലത്തിന് 6 മാസം മുമ്പ് നടന്ന മണ്ഡലകാലം മുതലാണ് ഇത്തരം പ്രവൃത്തി നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുള്ളത്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് കഴിഞ്ഞ 6 മാസക്കാലമായി ഇതുപോലെ ക്യാമറ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചുകൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഈ ക്യാമറ സ്ഥാപിച്ച് അവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്ക് പകർത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ അന്വേഷിച്ച് നടപടി വേണമെന്നുള്ളതായിരുന്നു SP-യുടെ നിർദ്ദേശം. അത്തരത്തിലുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സൈബർ വിഭാഗം വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വൈശാഖ അറിയാതെയുള്ള അന്വേഷണമാണ് നടത്തിയത്. പോലീസിന് വീണ്ടും സംശയം തോന്നിയിരുന്നു. ഇതൊക്കെയും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിച്ചത്. അങ്ങനെയാണ് ഈ വൈശാഖിൻ്റെ ഇത്തരമൊരു വികല രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വൈശാഖിന്റെ മൊബൈൽ ഫോൺ പോലും ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് ഏതായാലും വേദിയായിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇയാൾ തന്നെ ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ കാര്യം പുറത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയവും കൗതുകകരവുമായ കാര്യം എന്ന് തോന്നുന്നു. അതുവരെ ഇത് തിരിച്ചറിയപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. 6 മാസക്കാലമായി ഇയാൾ ഈ വൈകൃതം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.